അയോധ്യയിലെ രാജാവായിരുന്നു ത്രിശങ്കു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാഗ്രഹം വളർന്നുവന്നു. ഉടലോടെ സ്വർഗത്തിൽ പോകണം. രാജാവ് തന്റെ ആഗ്രഹം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു. മഹർഷി രാജാവിനെ ഉപദേശിച്ചു. രാജൻ, അങ്ങയുടെ ആഗ്രഹം നിറവേറുവാൻ പ്രയാസമാണ്. ഭൂമിയിലെ സൽപ്രവൃത്തികൾ കൊണ്ട് മനുഷ്യനു മരണശേഷം നേടാനുള്ളതാണ് സ്വർഗം. ദുഷ്പ്രവൃത്തികളാണെങ്കിൽ നരകവും. മഹർഷിയുടെ ഉപദേശം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് ഒരു യാഗം നടത്തി യാഗാവസാനം മന്ത്രശക്തി കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് അയച്ചുകൂടെ? ഉള്ളാലെ ചിരിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു, നിന്റെ അതിമോഹത്തിനു കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. ത്രിശങ്കുവിന് വസിഷ്ഠനോട് വർദ്ധിച്ച കോപം തോന്നി. തുടർന്ന് അദ്ദേഹം വസിഷ്ഠ ശത്രുവായ വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ച് തന്റെ ഇംഗിതം അറിയിച്ചു. വസിഷ്ഠൻ രാജാവിന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞെന്നറിഞ്ഞപ്പോൾ വിശ്വാമിത്രന് വാശിയായി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. കൊട്ടാരത്തിൽ ചെന്ന് യജ്ഞത്തിന് ഒരുങ്ങിക്കോളൂ. കൃത്യസമയത്ത് ഞാൻ എത്തിക്കോളാം. രാജാവിന് സന്തോഷമായി. അദ്ദേഹം മഹർഷിയെ വണങ്ങി കൊട്ടാരത്തിൽ മടങ്ങി. കൃത്യസമയത്ത് മഹർഷി യാഗം തുടങ്ങി. യാഗത്തിന്റെ പരിസമാപ്തിയിൽ സർവാഭരണ വിഭൂഷിതനായ ത്രിശങ്കുവിനെ വിശ്വാമിത്രൻ മന്ത്രശക്തി കൊണ്ട് സ്വർഗലോകത്തിലേക്ക് ഉയർത്തിവിട്ടു. തന്റെ അനുമതി കൂടാതെ ഒരു മനുഷ്യൻ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ അമ്പരന്നുപോയി. അദ്ദേഹം ആ മനുഷ്യനെ ശക്തിയോടെ ഭൂമിയിലേക്ക് തള്ളിവിട്ടു. താൻ മന്ത്രശക്തി കൊണ്ട് ഉയർത്തിവിട്ട രാജാവ് തലകീഴായി ഭൂമിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം മന്ത്രം ചൊല്ലി വീണ്ടും ത്രിശങ്കുവിനെ മേലോട്ട് വിട്ടു. ത്രിശങ്കു സ്വർഗത്തിലേക്ക് വീണ്ടും വരുന്നത് ദേവേന്ദ്രൻ കണ്ടു. അദ്ദേഹത്തിന് വാശി കയറി. രാജാവിനെ ഊക്കോടെ ഭൂമിയിലേക്ക് തന്നെ തള്ളിയിട്ടു. തലകീഴായി വീണ്ടും ത്രിശങ്കു വരുന്നത് കണ്ടപ്പോൾ വിശ്വാമിത്രൻ പല്ലു കടിച്ചുകൊണ്ട് അലറി, എടോ ദേവേന്ദ്ര, എന്നെ ധിക്കരിക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടായോ? എങ്കിൽ നീ കണ്ടു. മഹർഷി മന്ത്രശക്തി കൊണ്ട് ആകാശമധ്യത്തിൽ മറ്റൊരു സ്വർഗം തീർത്തു. ത്രിശങ്കുവിനെ അവിടെ തന്നെ നിർത്തി. അതാണ് ത്രിശങ്കു സ്വർഗം.